ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചോറ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ആദ്യം തന്നെ ഒരു കപ്പ് ബാക്കി വന്ന ചോറ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് 2 സവാള നീളത്തിൽ കട്ട് ചെയ്തത്, 5 വറ്റൽമുളക് കട്ട് ചെയ്തതും, 1 സ്പൂൺ ജീരകവും, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതും. ഇനി ഇതെല്ലാം കൂടെ ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള 2 ചെറിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ സവോള ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കൈകൊണ്ടൊന്ന് നന്നായി തിരുമ്മി എടുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 4 ബ്രെഡാണ്. ഈ 4 ബ്രെഡും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്ത് അതിലൊന്ന് മുക്കിയതിന് ശേഷം കൈകൊണ്ടൊന്ന് നന്നായി വെള്ളം ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ വേണം ബ്രെഡ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ 4 ബ്രെഡും വെള്ളം കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ശേഷം ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്പൂൺ അളവിൽ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 50 ഗ്രാം അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ സ്നാക്സ് ഒരു ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു കപ്പ് കോൺഫ്ലവർ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ പരുവം. ഈ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള കൂട്ട് ഇതിലേക്കൊന്ന് മുക്കിയെടുക്കാം. ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതെല്ലാം മാവിൽ മുക്കിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇട്ട് കൊടുത്തത് വേവുന്നതിനനുസരിച്ച് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം. അങ്ങനെ ഓരോന്നായിട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇതിന് വലുതായിട്ട് എണ്ണ കുടിക്കത്തൊന്നുമില്ല, അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. ഫ്രൈ ചെയ്തെടുത്തതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബാക്കി വന്നിട്ടുള്ള ഈ ചോറ് വെച്ച് ചെയ്തെടുക്കുന്ന ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.